ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന് ഈ ആഴ്ചയെ അറിയാം. കെ സുരേന്ദ്രൻ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. അല്ലെങ്കിൽ വി മുരളീധരനോ എം.ടി. രമേശിനോ ശോഭയ്ക്കോ നറുക്കുവീഴും. അപ്രതീക്ഷിത എൻട്രികൾ ഉണ്ടാകുമെന്ന സൂചനയും നേതാക്കൾ നൽകുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തമായ സൂചനയില്ല. പല പേരുകളും പല ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. ഡൽഹിയിലടക്കം ഓപ്പറേഷനുകൾ നടത്തി കാത്തിരിക്കുകയാണ് നേതാക്കൾ. ഈ ആഴ്ചയോടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. അതെല്ലാം തീരുമാനിക്കുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വവും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുമാണ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ അധികാരമില്ല. അവർ അഭിപ്രായം ചോദിക്കേണ്ടവരോട് ചോദിക്കും, സമയമാകുമ്പോൾ ആളെ പറയും. പക്ഷെ നിങ്ങളിതൊന്നും അറിയില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നടക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് 17% വോട്ട് ഷെയർ ഉയർത്തിയ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗത്തെ നൽകിയ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച നേതൃത്വം നൽകിയ കെ സുരേന്ദ്രൻ തുടരുമെന്നാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുടെ വാദം. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ. എന്നാൽ ഗ്രൂപ്പ് പോരും 5 വർഷം പൂർത്തിയാക്കിയതുമാണ് സുരേന്ദ്രന് തലവേദനയാകുന്നത്. സുരേന്ദ്രൻ അല്ലെങ്കിൽ വി മുരളീധരൻ. ഇതാണ് മുരളീധര പക്ഷത്തിന്റെ നിലപാട്. കേന്ദ്ര മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതോടെ പദവികളില്ലാതെ പ്രവർത്തിക്കുകയാണ് മുരളീധരൻ. കൃഷ്ണദാസ് പക്ഷത്തു നിന്ന് എം.ടി. രമേശിന്റെ പേരാണ് സജീവമായി ഉയരുന്നത്. സംസ്ഥാന RSS പിന്തുണയും രമേശിനാണ്. മത്സരിച്ച ഇടങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പാർട്ടിയിലെ വനിതാ മുഖവുമായ ശോഭാ സുരേന്ദ്രനാണ് സാധ്യത കൽപ്പിക്കുന്ന മറ്റൊരാൾ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.